ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴംപൊരിയാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ പഴംപൊരി കുറച്ചൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റവ യൂസ് ചെയ്യാം. റവയാണ് യൂസ് ചെയ്യണമെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ എടുത്തേക്കുന്നത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ അപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബാറ്ററിന് കുറച്ച് മധുരം ഉണ്ടായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു. നമ്മുടെ ബാറ്റർ ഒത്തിരി തിക്കാവുകയും ചെയ്യരുത്, അതേപോലെ തന്നെ ഒത്തിരി ലൂസാവുകയും ചെയ്യരുത്. ഇപ്പം അതാ 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബാറ്റർ നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പിൽ കൂടുതൽ ഒഴിച്ചെന്നോർത്ത് നിങ്ങളുണ്ടാക്കുമ്പോൾ 1 കപ്പിൽ കൂടുതൽ ഒഴിക്കണമെന്നില്ല, നോക്കി ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളം ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 1 കപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെയാണ്. നിങ്ങൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സോഡാപ്പൊടി ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർത്താലും മതി. ദോശമാവ് ചേർക്കുമ്പോൾ ഒത്തിരി പുളിയുള്ള ദോശമാവ് ചേർക്കരുത്, പുളിയില്ലാത്ത മാവ് വേണം ചേർക്കാൻ. ദോശമാവാണേലും നമ്മളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അങ്ങനെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ പഴംപൊരി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് സമയമില്ല, പെട്ടെന്ന് പഴംപൊരി ചെയ്യാനാണെങ്കിൽ ദോശമാവിന് പകരം സോഡാപ്പൊടി ചേർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം വയ്ക്കേണ്ട കാര്യമില്ല. ഒരു 10-15 മിനിറ്റ് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി. ഞാനിവിടെ ഒരു 2 നുള്ളു സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരമൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ അത്യാവശ്യത്തിന് മധുരമുണ്ട്. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പഴം ഒന്ന് റെഡിയാക്കി വെക്കാം. പഴം ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ഏത്തപ്പഴമാണ്. പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പഴത്തിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുക. അപ്പോൾ അതാ നമ്മുടെ പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമുക്ക് 3-4 ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള പഴമാണ്, അത് കാരണം ഞാനൊരു 3 ആയിട്ടാണ് കട്ട് ചെയ്യണത്. വലിയ സൈസിലുള്ള പഴമാണെങ്കിൽ 4 ആയിട്ട് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ നീളം കൂടുതലുള്ള പഴമാണെങ്കിൽ നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്താൽ മതി. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ളതാണല്ലോ, അത് കാരണം നടുവേ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പഴവും കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്ത് ഒഴിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഓരോരോ
പഴത്തിൻ്റെ പീസ് എടുത്ത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കളർ മാറി അകമൊന്നും വേകാതിരിക്കും. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒത്തിരി എണ്ണ കുടിക്കും നമ്മുടെ പഴംപൊരി. അത് കാരണം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പുറഭാഗം ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായക്കട സ്റ്റൈല് പഴംപൊരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.